Hi all, this is me, യുവ സിറാജ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോളിഡ്സ് എന്ന ചാപ്റ്റർ ആണ്, അഥവാ ഘനരൂപങ്ങൾ. ഈ ഘനരൂപങ്ങൾ എന്ന പാഠഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 4 ഘനരൂപങ്ങളെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക. രണ്ടാമതായി പഠിക്കാനുള്ളത് കോൺ അഥവാ വൃത്തസ്തൂപിക. മൂന്നാമതായി പഠിക്കാനുള്ളത് സ്ഫിയർ അഥവാ ഗോളം. നാലാമതായിട്ട് ഹെമിസ്ഫിയർ അർദ്ധഗോളം. ഇങ്ങനെ 4 ഘനരൂപങ്ങളെ കുറിച്ച് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ വെൽക്കം ടു ഫീഡ്. സോ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുന്നത് സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ്, സമചതുര സ്തൂപികത്തിനെ കുറിച്ച്. അപ്പൊ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഈ സമചതുര സ്തൂപിക അഥവാ സ്ക്വയർ പിരമിഡിന്റെ കൺസ്ട്രക്ഷൻ നമ്മളത് എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ആവശ്യമായത് എന്താ വെച്ചാൽ, ആദ്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ വരും. ഈ സ്ക്വയറിന് നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം. നമുക്ക് ABCD നമുക്ക് പേര് കൊടുക്കാം. സ്ക്വയർ നമുക്ക് ABCD പേര് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ സ്ക്വയർ നമുക്ക് എന്ത് കൊടുക്കാം? പേര് കൊടുക്കാം. ABCD പേര് കൊടുക്കാം. എന്താ, ദിസ് ഈസ് A, ദിസ് ഈസ് B ആൻഡ് ദിസ് ഈസ് C ആൻഡ് ദിസ് ഈസ് D. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ABCD നമ്മുടെ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഓരോ ബേസ് എഡ്ജിലും ഓരോ എഡ്ജിലും നമ്മൾ എന്തിട്ടുണ്ട്, ഓരോ സൈഡിലും നമ്മൾ എന്തിട്ടുണ്ട്, ഓരോ ത്രികോണങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്യും. നമുക്ക് ത്രികോണത്തെ കൗണ്ട് ചെയ്യാം. ദിസ് ഇസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ, രണ്ടാമത്തെ ത്രികോണം, മൂന്നാമത്തെ ട്രയാങ്കിൾ, നാലാമത്തെ ത്രികോണം. ഇങ്ങനെ 4 ട്രയാങ്കിൾസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഓപ്പൺ ഫിഗർ ആണ്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ഓപ്പൺ ഫിഗർ ആണ്. ഈ ഓപ്പൺ ഫിഗർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ പിരമിഡ് കിട്ടും. അപ്പൊ ഇത് ക്ലോസ് ചെയ്യുന്ന ഫിഗർ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഈ ഓപ്പൺ ഫിഗർ വെച്ചിട്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള എഡ്ജസ് എന്തെല്ലാം വക്കുകളാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ക്വയറിന്റെ ഓരോ സൈഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സ്ക്വയറിന്റെ ഓരോ സൈഡ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. സ്ക്വയറിന്റെ ഓരോ സൈഡ്സുകളാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഈ ഓരോ സൈഡ്സുകൾ, ഈ ABCD എന്ന് പറഞ്ഞ ഈ ഓരോ സൈഡ്സ്, ഈ ഓരോ വശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ബേസ് എഡ്ജ് എന്നാണ്. ബേസ് എഡ്ജ്, മലയാളത്തിൽ നമ്മൾ അതിനെ പാദവക്ക് എന്ന് പറയും. പൊതുവെ നമ്മൾ സൂചിപ്പിക്കാറ് A എന്ന ചെറിയ അക്ഷരം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. സ്മോൾ ലെറ്റർ A കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറ്. അതുപോലെ ഈ ട്രയാങ്കിൾസിന്റെ ഓരോ സൈഡ്സ്, ട്രയാങ്കിൾസിന്റെ ഇങ്ങനെയുള്ള വരുന്ന ഓരോ സൈഡ്സിനെയും നമ്മൾ വിളിക്കാറ് ലാറ്ററൽ എഡ്ജ് എന്നാണ്. ലാറ്ററൽ എഡ്ജ്, ഈ റെഡ് ലൈൻ ഞാൻ വരച്ച് കാണിച്ചുള്ള ഈ ട്രയാങ്കിൾസിന്റെ ഓരോ സൈഡ്സിനെയും നമ്മൾ വിളിക്കാറ് ലാറ്ററൽ എഡ്ജ് എന്നാണ്. ലാറ്ററൽ എഡ്ജ്, ലാറ്ററൽ എഡ്ജ് ആൻഡ് ഡിനോട്ടഡ് ബൈ ലെറ്റർ സ്മോൾ e അഥവാ പാർശ്വവക്ക് എന്ന് പറയും. പാർശ്വവക്ക്, മലയാളത്തിൽ നമ്മൾ പാർശ്വവക്ക് എന്ന് പറയും. സൂചിപ്പിക്കാറ് E എന്ന അക്ഷരം കൊണ്ടാണ്. ഇത് ഈ 2 വക്കുകളാണ്, ഈ 2 എഡ്ജസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫിഗർ ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഫിഗർ ഏകദേശം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലോസ് ചെയ്ത ഫിഗർ ഇപ്പൊ ഈ കാണുന്നതെല്ലാം, ഈ കാണുന്ന ത്രികോണത്തിന്റെ ഓരോ വശവും നമ്മുടെ ലാറ്ററൽ എഡ്ജസ് ആണ്. ലാറ്ററൽ എഡ്ജസ്. അതേപോലെ ഈ താഴെ കാണുന്ന ഓരോ സൈഡ്സുകളും ഇങ്ങനെ വരുന്ന ഈ ഓരോ സൈഡ്സ് നമ്മുടെ എന്താണ്, നമ്മുടെ ബേസ് എഡ്ജുകളുമാണ്. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. ഇതാണ് സ്ക്വയർ പിരമിഡ്. ഇങ്ങനെയാണ് നമുക്കൊരു സമചതുര സ്തൂപിക കിട്ടുക. സമചതുര സ്തൂപിക. ഇനി ഇതിന്റെ ആനിമേഷൻ, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്ന ആനിമേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫിഗർ ആണ് നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ ഓപ്പൺ ഫേസ് ആണ് ഞാൻ കാണിച്ചിരുന്നത്. ഇത് നിങ്ങൾ കാണുന്ന ഈ 4 ത്രികോണങ്ങൾ, നിങ്ങൾ കാണുന്ന ഈ 4 ത്രികോണങ്ങൾ ഇത് അതിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. നിങ്ങൾക്ക് കാണുക, ഈ തിരിഞ്ഞോട് ശ്രദ്ധിക്കാൻ കാണാൻ പറ്റുക ഒരു സ്ക്വയർ, ഒരു സമചതുരം, അതിന് ചുറ്റും 4 ത്രികോണങ്ങൾ. ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്താൽ കറക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണേ. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ കണ്ട നിങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്തായി, ഒരു സ്ക്വയർ പിരമിഡായി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു സ്ക്വയർ പിരമിഡിനെ നിങ്ങൾ കാണുന്നത്. വീണ്ടും ഞാൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, വീണ്ടും ഇത് ഒരു 4 ത്രികോണങ്ങളായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമുക്കൊരു സ്ക്വയർ പിരമിഡ് കിട്ടുക. 4 സൈഡ്സ്, 4 ഫേസസ് ഉണ്ടാവും. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4, ഇങ്ങനെ 4 ഫേസസ് ആണ് ഒരു സ്ക്വയർ പിരമിഡിന് ഉണ്ടാവുക. ക്ലിയർ? ഇനി നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് സ്ക്വയർ പിരമിഡിന്റെ ഏരിയാസിനെ കുറിച്ചാണ്. സമചതുര സ്തൂപികളുടെ ഓരോ പരപ്പളവുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് എന്താന്നുള്ളതാണ്. സോ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളോട് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഒരു സ്ക്വയർ പിരമിഡിന്റെ പാദം അഥവാ ബേസ് എന്ന് പറയുന്ന ആളൊരു സ്ക്വയർ ആണ്, അഥവാ ഒരു സമചതുരമാണ്. അതുകൊണ്ട് തന്നെ
ഇതിന്റെ പാദ പരപ്പളവ് അഥവാ ബേസ് ഏരിയ, ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ഏരിയ ആയിരിക്കും, അഥവാ സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കും, അഥവാ സൈഡ് സ്ക്വയർ നമ്മൾ പറയും. നമ്മൾ സൈഡ് സ്ക്വയർ എന്ന് പറയും. ഇവിടെ പൊതുവെ നമ്മൾ പാദവാക്കുകളെ നമ്മൾ എന്താക്കി എടുക്കുന്നത്, നമ്മൾ എ ആക്കി എടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ എ സ്ക്വയർ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറ്, എ സ്ക്വയർ. അപ്പോ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ അഥവാ സമചതുര സ്തൂപികത്തിന്റെ പാദ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ ആണ്. എ എന്ന് പറഞ്ഞാൽ പാദവക്കിന്റെ നീളം അഥവാ ബേസ് എഡ്ജിന്റെ ലെങ്ത്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളതിന്റെ ലാറ്ററൽ ഫേസ് ഏരിയ ആണ്. ലാറ്ററൽ ഫേസ് ഏരിയ. അപ്പൊ ലാറ്ററൽ ഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാറ്ററൽ ഫേസ് ആണ്. ഇവിടെ 4 ലാറ്ററൽ ഫേസസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യാം. 4 ലാറ്ററൽ ഫേസസ് എന്താ, ഒരു ട്രയാങ്കിൾ, 2, 3, 4. അപ്പോൾ 4 ലാറ്ററൽ ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു ലാറ്ററൽ ഫേസ് ആണ്, ഒരു പാർശ്വമുഖത്തിന്റെ പരപ്പളവ്, ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, അഥവാ പരപ്പളവാണ്. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയയാണ് എന്ത്, ലാറ്ററൽ ഫേസ് ഏരിയ. ലാറ്ററൽ ഫേസ് ഏരിയ, ലാറ്ററൽ ഫേസ് ഏരിയ. ഈ ലാറ്ററൽ ഫേസ് ഏരിയ കാണാൻ നമുക്കറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോ നമ്മൾ സമചതുര സ്തൂപികത്തിന്റെ കീഴിൽ നമ്മൾ പുതിയൊരു ഹൈറ്റ് കൂടി പഠിക്കുന്നുണ്ട്. ആ ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ ആദ്യം സ്ലാൻഡ് ഹൈറ്റ് എന്താ മനസ്സിലാക്കാം. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാല് ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിന് അതിന്റെ ബേസിലോട്ട് വരയ്ക്കുന്ന ലംബമാണ്, അഥവാ പെർപെൻഡിക്കുലർ ലൈൻ ആണ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. സ്ലാൻഡ് ഹൈറ്റ് എന്നൊരു വാക്ക് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ആൻഡ് പൊതുവെ സൂചിപ്പിക്കാറ് സ്മോൾ എൽ ഉപയോഗിച്ചുകൊണ്ടാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെരിവുയരം. അപ്പൊ ഈ ചെരിവുയരം എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്ന ആള് എന്താണ്, ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ്, അഥവാ ട്രയാങ്കിളിന്റെ ഉയരത്തെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, സ്ലാൻഡ് ഹൈറ്റ്, ചെരിവുയരം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ലാറ്ററൽ ഫേസിൽ നമ്മൾ കടക്കുമ്പോൾ ലാറ്ററൽ ഫേസിന്റെ ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു പാദം പറഞ്ഞാൽ പാദവക്കാണ് വരുന്നത് അല്ലേ, ഈ എ ആണ് നമ്മളെ പാദവക്ക് വരുന്നത്. അപ്പൊ പാദവക്ക് വരുന്നതുകൊണ്ട് നമുക്ക് എ കൊടുക്കാം. എ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സ്ലാൻഡ് ഹൈറ്റ് ആണ്, എൽ ആണ്. അപ്പൊ എൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഹാഫ് എ എൽ ആണ് ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ. ഇങ്ങനെ ഒരു ലാറ്ററൽ ഫേസിന്റെ ഏരിയ ഹാഫ് എ എൽ ആകുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാറ്ററൽ സർഫസ് ഏരിയ പഠിക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ അതായത് പാർശ്വ പരപ്പളവ്. അപ്പൊ പാർശ്വ പരപ്പളവ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ സ്ക്വയർ പിരമിഡിന്റെ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ കൂട്ടിയതാണ്. അതായത് സമചതുര സ്തൂപികത്തിന്റെ 4 ത്രികോണങ്ങളുടെ പരപ്പളവ് കൂട്ടിയതിനെ നമ്മൾ എന്ത് വിളിക്കുക, പാർശ്വ പരപ്പളവ് എന്ന് വിളിക്കുക, അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വിളിക്കാം. അപ്പൊ അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു 4 ത്രികോണങ്ങൾ, 4 ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ്. അപ്പൊ 4 ഗുണിക്കണം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ഓൾറെഡി മുകളിൽ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ 2ഉം 4 വെട്ടും നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. സോ ഇതിന്റെ ഉത്തരം 2AL എന്ന് നമ്മൾ മനസ്സിലാക്കാം. 2AL 2AL. അപ്പൊ ഇതാണ് സമചതുര സ്തൂപികത്തിന്റെ പാർശ്വ പരപ്പളവ് കണ്ടുപിടിക്കുവാനുള്ള സമവാക്യം. അതായത് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുവാനുള്ള സമവാക്യം എന്താണ്, 2AL. അപ്പൊ ആ 2AL പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 2ALല് എ എന്ന് പറയുന്ന ആള് ബേസ് എഡ്ജ് ആണ്, അഥവാ പാദവക്കാണ്. എൽ എന്ന് പറയുന്ന ആള് സ്ലാൻഡ് ഹൈറ്റ് ആണ്, അഥവാ ചെരിവുയരാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്തത് എന്താണ് ബേസ് ഏരിയ, എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ, എന്താണ് പാദപരപ്പളവ്, എന്താണ് പാർശ്വ പരപ്പളവ് മനസ്സിലാക്കി. ഈ 2 പരപ്പളവും കൂട്ടിയതാണ് മക്കളെ എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ. അതായത് ആകെ പരപ്പളവ്, ഒരു സമചതുര സ്തൂപികത്തിന്റെ ആകെ പരപ്പളവ്, അതായത് ടോട്ടൽ, ആ വാക്കിന് ശ്രദ്ധിക്കുക, ടോട്ടൽ, ആകെ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്, അത് എപ്പോഴും പാദപരപ്പളവിന്റെ കൂടെ പാർശ്വ പരപ്പളവ് കൂട്ടിയതാണ്. അതായത് ബേസ് ഏരിയന്റെ കൂടെ ലാറ്ററൽ സർഫസ് ഏരിയ കൂട്ടിയതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ആകെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയയിലോട്ട് എന്ത് കൂട്ടിയത് മതി, ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ചെയ്താൽ മതി. അഥവാ പാദ പരപ്പളവിലോട്ട് നമ്മൾ എന്ത് കൂട്ടിയാൽ മതി, പാർശ്വ പരപ്പളവ് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ നോക്കാം.
ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ, പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് അതിലോട്ട് എന്ത് കൂട്ടണം നമ്മള്? അതിലോട്ട് ലാറ്ററൽ സർഫസ് ഏരിയ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വ പരപ്പളവ് കൂട്ടുക 2AL. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു സമവാക്യം അഥവാ ഇക്വേഷൻ സമചതുര സ്തൂപികത്തിന്റെ അഥവാ സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താന്നുള്ളതാണ്. ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് 2AL. അതായത് പാദ പരപ്പളവ് പ്ലസ് പാർശ്വ പരപ്പളവ്. അപ്പോൾ ഒന്നുകൂടി ഈ എ സ്ക്വയർ പ്ലസ് 2AL ഒന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇതിലൊക്കെ ഈ എ എന്ന് പറയുന്ന ആള് ബേസ് എഡ്ജ് ആണ്, അതായത് പാദവക്കാണ്. എൽ എന്ന് പറയുന്ന ആള് സ്ലാൻ ഹൈറ്റ് ആണ്, അതായത് ചെരുവുയരാണ്. അപ്പൊ ഒരിക്കലും ഉയരവും ചെരുവുയരും മാറരുത്. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ എപെക്സ് അതിന്റെ ബേസിന്റെ സെന്ററിലോട്ടുള്ള ലൈനാണ്. അതായത് സമചതുര സ്തൂപികത്തിന്റെ ശീർഷത്തിന് അതിന്റെ പാദത്തിന്റെ നടുവിലോട്ടുള്ള ലൈനാണ് മക്കളെ എന്ത്? ഉയരം. പക്ഷെ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ചെരിവുയരം അഥവാ സ്ലാൻഡ് ഹൈറ്റിനെ കുറിച്ചാണ്. എന്ന് പറയുന്ന ആള് ശരിക്കും മക്കളെ എന്താണ്? ത്രികോണങ്ങളുടെ സമചതുര സ്തൂപികത്തിന്മേലുള്ള ത്രികോണങ്ങളുടെ ഉയരമാണ്. അതായത് സ്ക്വയർ പിരമിഡിന്റെ സ്ക്വയറിന്റെ ചുറ്റുമുള്ള 4 ട്രയാങ്കിൾസിന്റെ ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് മക്കളെ എന്ത്? സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ എ സ്ക്വയർ പ്ലസ് 2AL ആണ് ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ആകെ പരപ്പളവ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വോളിയത്തെ കുറിച്ച് അഥവാ വ്യാപ്തം. സമചതുര സ്തൂപികത്തിന്റെ സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്താന്നുള്ളതാണ്. സോ വോളിയം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 1/3 ഗുണിക്കണം പാദ പരപ്പളവ് ഗുണിക്കണം ഉയരം എന്നാണ് സമവാക്യം. അതായത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് സമചതുര സ്തൂപിക സ്ക്വയർ പിരമിഡ് എപ്പോഴും അതിന്റെ ബേസ് എന്ത് തന്നെയാണ്? അതിന്റെ പാദം എന്താണ്? സ്ക്വയർ ആണ് അഥവാ സമചതുരമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പരപ്പളവ് മക്കൾ എപ്പോഴും എന്തേ കാര്യം? എ സ്ക്വയർ ആയിരിക്കും. ഇൻറ്റു പിന്നെ ഉയരം എപ്പോഴും മക്കൾ എന്തായിരിക്കും? H ആയിരിക്കും. അപ്പോ മനസ്സിലാക്കുക, സമചതുര സ്തൂപികത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച സമവാക്യം എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു H ആണ്. സ്ക്രീനിൽ കാണുമ്പോൾ 1/3 ഇൻറ്റു എ സ്ക്വയർ H ആണ്. അല്ലെങ്കിൽ മനസ്സിലാക്കുക, എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് ആണ് അഥവാ പാദവക്കാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? ഹൈറ്റ് ആണ് അഥവാ ഉയരമാണ്. ഹൈറ്റ് ആണ്, ഉയരമാണ്. ഇനി നമുക്ക് ഈ സമചതുര സ്തൂപികത്തില് പ്രധാനമായി പഠിക്കേണ്ട ഒരു 3 സമവാക്യങ്ങളുണ്ട്. ഈ 3 സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സാമിന് ഡയറക്റ്റ് നിങ്ങളോട് വോളിയം കാണാൻ ചോദിച്ചു അഥവാ വ്യാപ്തം കാണാൻ ചോദിച്ചു. വ്യാപ്തം കാണാൻ ചോദിക്കുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് ഡയറക്റ്റ് വ്യാപ്തം കാണാൻ വോളിയം കാണാൻ നമുക്ക് ആവശ്യമായ ആൾക്കാരായിരിക്കും. നമുക്ക് പാദവക്കിന്റെ നീളവും ഉയരവും കിട്ടിയാൽ മതി അഥവാ ബേസ് എഡ്ജിന്റെ ലെങ്ത്തും ഹൈറ്റും കിട്ടും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റിൽ തരൂല. ക്വസ്റ്റിൽ ഇപ്പോൾ ഹൈറ്റ് മാത്രം തരും, ചിലപ്പോൾ ലാറ്ററൽ എഡ്ജ് തരും, അത് പാർശ്വവക്ക് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ബാക്കി ബേസ് എഡ്ജ് എന്താ കണ്ടുപിടിക്കും. അങ്ങനെ ബേസ് എഡ്ജും ഹൈറ്റും സ്ലാൻ ഹൈറ്റും ലാറ്ററൽ എഡ്ജും അതായത് പാദവക്കും പാർശ്വവക്കും ഉയരവും ചെരിവുയരും ഇവർ 4 പേര് തമ്മിലുള്ള ഒരു 3 സമവാക്യങ്ങളുണ്ട്. 3 ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ആ 3 സമവാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമചതുര സ്തൂപികത്തിന്റെ എൻറ്റയർ കോൺസെപ്റ്റ് ആയി നമ്മുടെ തലയിൽ. പിന്നെ നമുക്ക് ഏത് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു 3 ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. പ്രധാനപ്പെട്ട ആ 3 സമവാക്യങ്ങളെ കുറിച്ച് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 3 സ്ക്വയർ പിരമിഡ്, 3 സമചതുര സ്തൂപികം കാണാം. അതിന്റെ ഉള്ളിലായിട്ട് 3 ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് ആദ്യത്തെ ത്രികോണം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ത്രികോണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ OBE എന്ന് പറയുന്ന ത്രികോണം എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടാവും. OBE എല്ലാവരും കാണുന്നുണ്ടാവും. ഈ OB എന്ന ത്രികോണത്തിൽ ഈ OEയും OBയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞ മക്കളെ 90 ഡിഗ്രിയാണ്. OE എന്ന് പറയുന്ന ആളും OB എന്ന് പറയുന്ന ആളും ഉണ്ടാക്കുന്ന കോൺ മക്കൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതിനകത്തൊരു മട്ട ത്രികോണമായി, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്ന് പഠിക്കാം. ഇപ്പോ EB എന്ന് പറയുന്ന ആള്, EB എന്ന ആളെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് മക്കളെ? ലാറ്ററൽ എഡ്ജ്. അപ്പൊ നമുക്ക് L കൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ
ഒ ഇ എന്ന് പറയുന്ന ആള് എന്താണ്? ഒ ഇ എന്ന് പറയുന്ന ആൾ ഉയരമാണ്, എച്ച് ആണ്. അതായത് ചെരുവുയരല്ല, റിയൽ ഉയരം, റിയൽ ഹൈറ്റ് ആണ് എച്ച്. ഇനി ഒ ബി ഉണ്ട്. അപ്പോൾ ഒ ഇ ഉയരമാണ്, ഇ ബി എന്ന് പറയുന്ന ആൾ എൽ ആണ്, അഥവാ ലാറ്ററൽ എഡ്ജ് ആണ്, അഥവാ പാർശ്വവക്കാണ്. അങ്ങനെ ഒ ബി എന്ന് പറയുന്ന ആൾ എന്താണ്? വികർണത്തിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ ഹാഫ്. ആയതിനാൽ ഡയഗണലിന്റെ ഹാഫ്, അത് വികർണത്തിന്റെ പകുതി ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു മക്കളെ? d/2 എന്ന് കൊടുത്തു. d/2. അപ്പോ d/2 എച്ചും എല്ലും തമ്മിലാണ് ആദ്യത്തെ സമവാക്യം വരുന്നത്. ആദ്യത്തെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സമവാക്യം ജനറേറ്റ് ചെയ്യുന്നത് ലാറ്ററൽ എഡ്ജും പിന്നെ ഹൈറ്റും അതേപോലെ വികരണത്തിന്റെ പകുതിയാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ആദ്യത്തെ റിലേഷനിൽ ആവശ്യമായ 3 സൈഡ്സുകൾ ഏതൊക്കെ ചോദിച്ചാല് ഉയരം വേണം, ലാറ്ററൽ എഡ്ജ് വേണം, പിന്നെ നമുക്ക് വേണ്ട ആൾ എന്താണ്? വികരണത്തിന്റെ പകുതി അഥവാ ഡയഗണലിന്റെ ഹാഫ്. അപ്പൊ ഇതൊരു മട്ടത്രികോണ, ഒ ഇ ബി എന്ന മട്ടത്രികോണാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പൈതഗോറസ് തിയറം അല്ലെ? പൈതഗോറസ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നാണ്. എന്ന് പറഞ്ഞാല് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ബേസ് ആയിട്ട് പാദമായിട്ട് ആരാ വരുന്നത്? ഒ ബി ആണ്. ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വികർണത്തിന്റെ പകുതി, ഡയഗണലിന്റെ ഹാഫ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? d/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ ലംബം അഥവാ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് മക്കൾ ആരാ വരുന്നത്? ഹൈറ്റ് ആണ്, എച്ച് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ അഥവാ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മട്ടത്രികോണത്തിൽ അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശമാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പൊ നമ്മുടെ ഈ ഒ ബി ഇ എന്ന ത്രികോണത്തിൽ ട്രയാങ്കിളില് ഇതാണ് നമ്മൾ പറയുന്നത്, ഇതാണ് നമ്മുടെ 90. അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആര് വരുന്നത്? ഇ ആണ് വരുന്നത്. അപ്പൊ ഇ ബി എന്ന വശമാണ്, അഥവാ ലാറ്ററൽ എഡ്ജ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കർണം സ്ക്വയർ ആരാണ്? ഇ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സമവാക്യം. ഇത് നന്നായിട്ട് പഠിക്കുന്നതൊക്കെ വെച്ച് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. d/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ. ഇത് ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗറിലോട്ട് പോവാം. രണ്ടാമത്തെ ഫിഗറിലും ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒ എഫ് ഇ എന്ന് പറഞ്ഞ ത്രികോണം കാണുന്നുണ്ടാവും. ഒ എഫ് ഇ ഇതാ ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ വരക്കുകയാണെങ്കിൽ ഒ ഇ ഇങ്ങനെ കണക്ട് ചെയ്തു, ഒ എഫ് ഇങ്ങനെ കണക്ട് ചെയ്തു, ഇ എഫ് ഇങ്ങനെ കണക്ട് ചെയ്തു. ഒ ഇ എഫ് എന്ന ത്രികോണം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും. ഇതിലും മക്കളെ ഒ ഇയും ഒ ബിയുമാണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഒ ഇയും ഒ ബിയുമാണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ദേ ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ഈച്ച് അതർ. അങ്ങനെ വരുമ്പോ മക്കളെ അഗൈൻ നമുക്ക് എന്ത് കിട്ടി? ഒ ഇ എഫ് എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി, അഥവാ ഒരു മട്ട ത്രികോണം കിട്ടി. ഇതിൽ ഓരോ സൈഡ്സ് ഏതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതില് ഇ എഫ് എന്ന് പറയുന്ന ആള് നമുക്കറിയാം, ഇ എഫ് എന്ന് പറയുന്ന ആള് ആ ട്രയാംഗിളിന്റെ ഹൈറ്റ് ആണ്, അഥവാ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പൊ ഡിനോട്ടർ ബൈ ലെറ്റർ എൽ, അഥവാ ചെരുവേരായതുകൊണ്ട് നമുക്ക് എൽ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി ഒ ഇ എന്ന് പറഞ്ഞാൽ അഗൈൻ അത് മക്കളെ എന്താണ്? ഉയരമാണ്. അത് നമുക്ക് എച്ച് കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം, എച്ച് ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇനി ഒ എഫ്, ഈ ഒ എഫ് ഞാൻ പൂർണ്ണമായിട്ട് വരച്ചാൽ എന്താണ് മക്കളെ? ബേസ് എഡ്ജ് ആണ്. അപ്പൊ ഒ എഫ് എന്ന് പറഞ്ഞാൽ മക്കൾ ശരിക്കും എന്താണ്? ബേസ് എഡ്ജിന്റെ പകുതിയാണ്. അപ്പൊ ബേസ് അഥവാ പാദവക്കിന്റെ പകുതി. പാദവക്ക് എ ആണെങ്കിൽ ബേസ് എഡ്ജ് എ ആണെങ്കിൽ പകുതി മക്കൾ എന്താ വരിക? a/2. അപ്പൊ നമ്മുടെ സമവാക്യം ഇങ്ങനെ വരും. എഗൈൻ നമ്മൾ പൈതഗോറസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എഗൈൻ ഇവിടെ പാദമായിട്ട് ബേസ് ആയിട്ട് ആര വരുന്നത്? ബേസ് എഡ്ജിന്റെ ഹാഫ് ആണ്, അഥവാ a/2 സ്ക്വയർ പ്ലസ് ലംബമായിട്ട് മക്കൾ ആര വരുന്നത്? എച്ച് ആണ്, ഉയരാണ്. അപ്പൊ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളുടെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് മക്കൾ ആരാണ്? എൽ ആണ്, എൽ സ്ക്വയർ. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ സമവാക്യം. ക്ലിയർ ആണല്ലോ? ഇതുപോലെ മൂന്നാമത്തെ നമുക്കൊന്ന് ക്ലിയർ സ്റ്റഡി ചെയ്യാം. മൂന്നാമത് അവിടെ എല്ലാവർക്കും കാണുന്നുണ്ടാവും, ഇതാ ഒരു ബി എഫ് ഇ എന്ന് പറഞ്ഞ ത്രികോണം എല്ലാവരും കണ്ടതാ. ബി എഫ് ഇതാ അതിന്റെ കൂടെ വരക്കുകയാണെങ്കിൽ ഇതാ ബി ഇങ്ങനെ വരച്ചു, ബി ഇ ഇങ്ങനെ വരച്ചുതാ. ബി ഇ ക്ലിയർ ആവുന്നുണ്ടോ? ബി ഇ ഇതാ ബി ഇ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ട്. ബി ഇ ഇങ്ങനെ വരച്ചു. ഇതാ ഇ എഫ് ഇതാണ് ത്രികോണം. ഇവിടെ
ആര് തമ്മിലാണ് 90 ഡിഗ്രി 90 ഡിഗ്രി എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ഇതാ എഫും ഇ എഫും ബി എഫ് തമ്മിലാണ് 90 ഡിഗ്രി. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ത്രികോണം വരുന്നത്. ശ്രദ്ധിക്കുക, ഇതിലിതാ ഇവിടെയാണ് മക്കൾ 90 ഡിഗ്രി വരാം. 90 ഡിഗ്രി ഇവിടെ വരുന്നത് ഇതാ 90 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ 90 ഡിഗ്രി വരുന്ന ഭാഗം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ 3 സൈഡ്സ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 3 സൈഡ്സ് ആരൊക്കെ പരിചയപ്പെടാം. വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ബി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് വരുന്നത്, ബി എഫ് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജിന്റെ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് a/2 എന്ന് കൊടുക്കാം. ഈ ബി ഇ എന്ന് പറയുന്ന ആള് ലാറ്ററൽ എഡ്ജ് ആണ്, അഥവാ പാർശ്വവാക്കാണ്. സോ നമുക്ക് അതിന് ഇ എന്ന് കൊടുക്കാം. പിന്നെ മക്കൾ നമുക്കുള്ളത് ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻ ഹൈറ്റ് ആണ്, അഥവാ ചെരിവ് ഉയരാണ്. സോ നമുക്ക് അതിന് എൽ എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എഗെയിൻ പൈതഗോറസ് അപ്ലൈ ആണ് മക്കൾ. നമുക്ക് എന്താ കിട്ടുക? പാദം സ്ക്വയർ, ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞ മക്കളോട് ആരാ വരുന്നത്? a/2 ആണ്. സോ a/2 സ്ക്വയർ പ്ലസ് പിന്നെ വരുന്നത് മക്കളെ എന്താണ്? ലംബം സ്ക്വയർ അഥവാ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അവിടെ ഓൾട്ടിറ്റ്യൂഡ് ലംബമായിട്ട് ആരാ വരുന്നത്? ഇ എഫ് ആണ്. ഇ എഫ് ആരാ മക്കളെ? എൽ ആണ്. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, കർണം സ്ക്വയർ. കർണം മക്കളെ അവിടെ 90 ഡിഗ്രിക്ക് എതിരായിട്ട് വരുന്നത് ഇ ബി ആണ് അല്ലെ? ഇ ബി ആണ് 90 ഡിഗ്രിക്ക് എതിരായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിന് ഇ സ്ക്വയർ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് പഠിച്ച മൂന്നാമത്തെ ഇക്വേഷൻ മക്കളെ എന്താണ് മനസ്സിലാക്കുക? എന്താ നമ്മൾ പഠിച്ചത്? a/2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ. ഈ 3 സമവാക്യങ്ങളും സമചതുര സ്തൂപികം എന്നുള്ള ആശയം നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 സമവാക്യങ്ങളാണ്. കാരണം സമചതുര സ്തൂപികത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒന്നെങ്കിൽ വ്യാപ്തം കാണാം, അല്ലെങ്കിൽ പാദപരപ്പളവ് കാണാം, അല്ലെങ്കിൽ ലാറ്ററൽ സർഫേസ് ഏരിയ കാണാം. ഇങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് പാദവാക്യം എന്താണ് അറിയണം, പിന്നെ അതുപോലെ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവാക്യം എന്താണ് നമുക്ക് അറിയണം, സ്ലാൻ ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്താണ് നമുക്ക് അറിയണം. അപ്പൊ ഇതൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരുള്ളൂ, ബാക്കി നിങ്ങൾക്ക് തരാതെ അൺനോൺ ആയിട്ട് പോകും. എന്തിനാ? ഈ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറിയാവുന്ന ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ ആവശ്യമായ സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസും ബേസ് ഏരിയയും ലാറ്ററൽ സർഫേസ് ഏരിയയും ടോട്ടൽ സർഫേസ് ഏരിയയും വോളിയം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സ്ക്വയർ പിരമിഡിന്റെ എൻറ്റയർ കോൺസെപ്റ്റ് ആയി. ക്ലിയർ? ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ആയ ടോപ്പിക് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ലാറ്ററൽ സർഫേസ് ഏരിയ, പാർശ്വ പരപ്പളവ് എന്താ നമ്മൾ പഠിച്ചു, ടോട്ടൽ സർഫേസ് ഏരിയ എന്താ പഠിച്ചു. പക്ഷെ അതൊരു 90% കേസിൽ നമ്മൾ ആ ഇക്വേഷൻ, ഇപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ ആണെങ്കിൽ 2AL എന്നും ടോട്ടൽ സർഫേസ് ഏരിയ ആണെങ്കിൽ a² + 2L നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്നാലും ഒരു സ്പെഷ്യൽ ഇമ്പാക്ട്, ഒരു സ്പെഷ്യൽ കേസ് കൂടെ പഠിക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം ഒരു ചതുരത്തിന്റെ ചുറ്റും അഥവാ ഒരു സമചതുരത്തിന്റെ ചുറ്റും 4 ത്രികോണം വരുമ്പോൾ ആ ത്രികോണങ്ങൾ എന്താ മനസ്സിലാക്കണം. ആ ത്രികോണം നമ്മൾ ഇതുവരെ ഡിസ്കസ് ത്രികോണം എല്ലാം ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആണ്, അഥവാ സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇനി ഒരു സ്പെഷ്യൽ കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ സമചതുരത്തിന് ചുറ്റും വരുന്ന ത്രികോണങ്ങൾ സമഭുജ ത്രികോണമാണെങ്കിൽ അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താണ് ലാറ്ററൽ സർഫേസ് ഏരിയക്ക് അഥവാ പാർശ്വ പരപ്പളവിനും ടോട്ടൽ സർഫേസ് ഏരിയ ആകെ പരപ്പളവിനുള്ള ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്ക്വയർ പിരമിഡ് സമചതുര സ്തൂപികത്തിന്റെ ടോട്ടൽ കോൺസെപ്റ്റായി, ടോട്ടൽ കണ്ടന്റ് ആയി. ഇത്രയും ക്ലിയർ ആയ കുട്ടികൾക്ക് ഇതിന് ഏത് ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീഡ് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിൽ എക്സ്പേർട്സുകളായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന രണ്ടേ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാറ്ററൽ സർഫേസ് ഏരിയയും ടോട്ടൽ അഥവാ പാർശ്വ പരപ്പളവും ആകെ പരപ്പളവും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ വന്ന സമചതുരത്തിന് ചുറ്റും വരുന്ന ആ 4 ത്രികോണങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ 4 ത്രികോണങ്ങൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അഥവാ സമഭുജ ത്രികോണങ്ങളാണെങ്കിൽ എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ വരുന്ന ട്രയാങ്കിൾസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബേസ് എഡ്ജ് എന്ന് പറയുന്ന ആള് ആർക്ക് ഈക്വൽ ആയിക്കാരം? ലാറ്ററൽ എഡ്ജിന് ഈക്വൽ ആയിക്കാരം. ലാറ്ററൽ എഡ്ജിന് ഈക്വൽ അഥവാ A = E ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി എയും ഇയും വേണം. നമുക്ക് A മാത്രം മതി. A = E ആണ് നമുക്ക് പറയാം AE. അപ്പോ പാദവക്ര ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തുന്ന പോലെ A ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക് മക്കളെ എന്തായിരിക്കും? A. കാരണം നമുക്കറിയാം സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണല്ലോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം. ഇങ്ങനെ വരുമ്പോ ലാറ്ററൽ സർഫേസ് ഏരിയക്ക് വരുന്ന ഡിഫറൻസ് എന്താ നോക്കാം. ലാറ്ററൽ സർഫേസ് ഏരിയക്ക് വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് പറയുക പാർശ്വ പരപ്പളവ് പറഞ്ഞാൽ എന്താ മക്കളെ? 4 ഗുണിക്കണം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ, ഒരു ത്രികോണത്തിന്റെ ഏരിയ. അപ്പൊ ഇവിടുത്തെ ഒരു ത്രികോണം ആരാണ്?
സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണുന്ന സമവാക്യം എന്താണ്? √3/4 സൈഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിൽ ടോട്ടൽ സർഫേസ് ഏരിയ ലാറ്ററൽ സർഫേസ് ഏരിയ മക്കൾ എന്താ വരുന്നത്? 4 ഗുണിക്കണം √3/4 സൈഡ് സ്ക്വയർ. നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഇത് വരുമ്പോൾ ശരിക്കും വരിക 4 ഗുണിക്കണം √3/4 സൈഡ് ഇവിടെ നമ്മൾ എന്താ മക്കൾ എടുത്തുക്കണം? എ അല്ലേ? അപ്പൊ എ. അപ്പൊ 4 വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ √3a ആണ്. √3a² ആണ്. √3a² ആണ് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആയോ? ഇതാണ് ഡിഫറൻസ്. ഐസോസ്ലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണെങ്കിൽ അവിടുത്തെ ലാറ്ററൽ സർഫേസ് ഏരിയ, അതായത് അവിടുത്തെ പാർശ്വ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 × a × l 2al ആണ്. അവിടെ a എന്ന് പറഞ്ഞാൽ പാദവക്കം, ബേസ് എഡ്ജ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് ആണ്. എന്നാൽ ഐസോസ്ലസ് ട്രയാങ്കിൾസിന് പകരം അഥവാ സമപാർശ്വ ത്രികോണത്തിന് പകരമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ 2016 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് പകരമായിട്ട് മക്കളെ സമഭുജ ത്രികോണം വന്നാൽ അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വന്നാൽ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. 2al അല്ല നമ്മൾ അപ്ലൈ, നമുക്ക് അത് അപ്ലൈ, അതിനേക്കാളും സിമ്പിൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? √3a². അതാണ് അവിടുത്തെ പാർശ്വ പരപ്പളവ് കാണാനുള്ള സമവാക്യം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ചേഞ്ച് എന്താ? നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അഥവാ ആകെ പരപ്പളവ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശരിക്കും എന്താണ് അത് ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ അതെന്ന് പറഞ്ഞാൽ പാർശ്വ പരപ്പളവാണ്. അപ്പോ സമപാർശ്വ ത്രികോണം വന്നാലും സമഭുജ ത്രികോണം വന്നാലും ഐസോസ്ലസ് ട്രയാങ്കിൾസ് വന്നാലും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വന്നാലും പാദ പരപ്പളവിന് ബേസ് ഏരിയക്ക് ഒരു ചേഞ്ചും ഇല്ല. ബേസ് ഏരിയ മക്കൾ എപ്പോഴും എന്ത് തന്നെയാണ്? a² ആണ്. എന്നാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ലാറ്ററൽ ഫേസ് ആയിട്ട് ത്രികോണമായിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലാറ്ററൽ സർഫേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താ മക്കളെ വരുന്നത്? √3a² ആണ്. അപ്പൊ ഈ രണ്ട് ഇതിലും ആര് കോമൺ മക്കളെ? a² പൊതുവായിട്ടുള്ള ഒരാളാണ് രണ്ട് ടേംസിലും. അപ്പൊ നമുക്ക് പൊതുവായിട്ട് പുറത്തെടുക്കണം. നമുക്ക് എന്ത് കിട്ടും? a² ഈ ടേമിൽ നിന്ന് a² പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെ ബാക്കിയുള്ളൂ? 1 ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ള ഇടയിൽ ചിഹ്നം എന്താ? പ്ലസ് ആണ്. ഇനി ഇതിന്ന് ഇതേപോലെ a² പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ബാക്കിയുള്ളത്? √3 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്തായി? a² പ്ലസ് 1 പ്ലസ് √3 മക്കളെ 1.73 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a² × 1 പ്ലസ് 1.73 മക്കളെ 2.73. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2.73 × a² ആണ് മക്കളെ എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ്. അതായത് സമചതുര സ്തൂപികത്തിന്റെ ആകെ പരപ്പളവ്. ഈ കേസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് നമ്മൾ എപ്പോഴും മക്കൾ അപ്ലൈ ചെയ്യുള്ളൂ? നമ്മളെ ത്രികോണം എന്താണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. ത്രികോണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ? ത്രികോണം സമഭുജ ത്രികോണമാണ് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അതായത് ത്രികോണം എന്നുള്ളത് അതായത് ലാറ്ററൽ ഫേസ് പൊതുവെ 90% ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ആ കേസ് അല്ലെങ്കിൽ 85% കേസ് ക്വസ്റ്റ്യൻസ് എന്ത് വരും മക്കളെ? ഐസോസ്ലസ് ട്രയാങ്കിൾസ് വരും. നമ്മൾ 2a എന്നുള്ള കോൺസെപ്റ്റ് വരുന്ന ആ ത്രികോണേ വരുന്നുള്ളൂ. പക്ഷെ സപ്പോസ് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഒരു ആക്റ്റീവ് ആക്കിയ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഒന്നുകൂടി ഹൈ ഐക്യു ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഐസോസ്ലസ് ട്രയാങ്കിൾസിന് പകരം ആ സമചതുരത്തിന് ചുറ്റുമുള്ള ത്രികോണം എന്തായിട്ട് വരാം? സമഭുജ ത്രികോണമായിട്ട് വരാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് വരാം. അങ്ങനെ വരുമ്പോഴുള്ള ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആകെ പരപ്പ് മക്കൾ എന്താണ്? 2.73 × a² ആണ്. അപ്പൊ നമ്മളിത് ഇത്രയും കാര്യമാണ് നമ്മൾ സ്ക്വയർ പിരമിഡിന്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഒന്ന് റിവൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ എന്താണ് മനസ്സിലാക്കണം. രണ്ട് കേസിലും മനസ്സിലായി. രണ്ട് കേസിലും പാദപരപ്പളവ് സെയിം ആണ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ എന്താന്നുള്ളതാണ്. അതായത് സമഭുജ ത്രികോണം വരുമ്പോൾ ലാറ്ററൽ പാർശ്വ പരപ്പളവ് എന്ന് പറഞ്ഞ മക്കൾ എന്താണ്? √3a² ഐസോസ്ലസ് ട്രയാങ്കിൾസ് ആണെങ്കിൽ അത് 2al ആണ്. പിന്നെ നമ്മൾ പഠിച്ചിരുന്ന ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ അത് സമഭുജ ത്രികോണമാണെങ്കിൽ അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? അത് 2.73 ഗുണിക്കണം a². a പറഞ്ഞ പാദവക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, a² ആണ്. എന്നാൽ അത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അഥവാ സമപാർശ്വ ത്രികോണമാണ് പഠിച്ചത്. നമ്മൾ പഴയ ഇക്വേഷൻ ആണ് a² + 2al. പിന്നെ രണ്ടിന്റെ കേസിലും വ്യാപ്തം സെയിം ആണ്. വ്യാപ്തം വോളിയം പറഞ്ഞ മക്കളെ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചു? വോളിയം വ്യാപ്തം 1/3 ഗുണിക്കണം a² × h.
ഇത്രയാണ് ബേസിക് ആയിട്ട് എല്ലാ ഘടകങ്ങളും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയി പഠിച്ച 3 സമവാക്യം, 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അത് അങ്ങനെ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ് മക്കളെ നമുക്ക് സ്ക്വയർ പിരമിഡ് കേസ് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും അറിയുന്ന നമുക്ക് എക്സാമിന്, നമുക്ക് എക്സ്പോർട്ട് എക്സാം നമുക്ക് നല്ല സ്കോർ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.